ഡോക്ടർ ഇനിയിപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടല്ലോ, ഇപ്പം എല്ലാവർക്കും കണ്ടുവരുന്നൊരു അസുഖമാണ്. അതിന് അലോപ്പതിയിൽ ഒരുപാട് ചികിത്സയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രകൃതി ചികിത്സത്തിനുള്ള പ്രതിവിധിയൊക്കെ സെയിം. അതായത് നമ്മളിപ്പോൾ എല്ലാത്തിനും പറയുന്ന പോലെ തന്നെ കൂടുതൽ രോഗത്തിന് നമ്മൾ ഉപവാസനാണ് കൂടുതൽ പ്രാധാന്യം. അതുപോലെ തന്നെയാണ് ഇതിനും. എന്നുവെച്ചാൽ ഉപവാസം ആണെങ്കിലും ഈ ഉപവാസത്തിലേക്ക് വരുന്നത് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് പതുക്കെ അവരുടെ ബോധത്തോട്, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ കല്ലിനും, കിഡ്നി കല്ലായാലും അതുപോലെ യൂറിൻ ബ്ലാഡറിലെ കല്ലായാലും ഒക്കെ തന്നെ ഫാസ്റ്റിംഗ് തന്നെയാണ്. ഫാസ്റ്റിങ്ങിലൂടെ ഇത് പൂർണ്ണമായിട്ടും പുറത്തു പോകുന്നുണ്ട്. കാരണം ഒരു കല്ല് അവിടെ അടിയുന്നത് ഒരു മാസങ്ങൾ കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ആയിരിക്കില്ല. അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ട് വളരെ ചെറിയ ഒരു പോയിന്റിൽ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് വരികയാണ്. അങ്ങനെയാണ് ഇതിന്റെ വലിപ്പം കൂടുന്നത്. അതെങ്ങനെയാണോ അടിഞ്ഞിരിക്കുന്നത് അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ ഈ ഉപവാസ സമയത്ത് അതേപോലെ തന്നെ തിരിച്ചു. അല്ല ഡോക്ടർ, ഇപ്പൊ ഇത് റിമൂവ് ചെയ്യുന്ന ശസ്ത്രക്രിയയൊക്കെ നടന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരം പ്രകൃതി ചികിത്സയിൽ ഇങ്ങനെ ശസ്ത്രക്രിയക്ക് പ്രാധാന്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഒരു ഉദാഹരണം, കിഡ്നി കല്ലായാലും യൂറിൻ ബ്ലാഡറിലായാലും അത് പുറത്തു പോകുന്ന പ്രകടമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് യൂറിനിലൂടെ. ഒരു ഉദാഹരണം, ഇപ്പൊ ഒരു യൂറിൻ ബ്ലാഡറിൽ ഒരു സ്റ്റോൺ ഉള്ള വ്യക്തി വന്നിട്ട് ഉപവാസ സമയത്ത് അവർ യൂറിൻ കളക്ട് ചെയ്ത് വെക്കുക വരെ. അപ്പൊ ആ യൂറിന്റെ അടിയില് ഇങ്ങനെ വെളുത്ത ഊറില് വരെ ഞങ്ങൾക്ക് കണ്ടതായിട്ട് അനുഭവമുണ്ട്. അപ്പൊ അതിനെ കല്ല് വ്യക്തമായിട്ട് പോകുന്നത് ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ നല്ല കടുത്ത വേദന അനുഭവപ്പെടും. മറ്റു ചികിത്സകളൊന്നും അല്ലാതെ ഉപവാസം തന്നെയാണോ? ഉപവാസം കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ മറ്റു ചികിത്സ നമ്മൾ ചെയ്യുന്നത് ഹിപ്പ് ബാത്ത്, ഉദരസ്നാനം, വെള്ളത്തിലിരുത്തുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ രക്തസഞ്ചാരം കൂടി കുറച്ചും കൂടി എളുപ്പം പുറന്തള്ളാൻ സഹായിക്കും. അങ്ങനെയുള്ള പിന്നെ നാഭിഭാഗത്ത് വേദന അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ആ ഭാഗത്ത് കളിമണ്ണ് കൊണ്ട് പാക്ക് ചെയ്യും. അവിടെ സർക്കുലേഷൻ കൂട്ടാനും വേദന കുറയ്ക്കാനും ഒക്കെ ആയിട്ട് കളിമണ്ണ് കൊണ്ട് പാക്ക് ചെയ്യും. അത്തരം ട്രീറ്റ്മെന്റ് അതിന്റെ കൂട്ടത്തിൽ വരുന്നു. ആണല്ലേ? ഓക്കെ. അതുപോലെ തന്നെ വന്ധ്യത, ഇപ്പൊ ഏറ്റവും കൂടുതൽ പുരുഷന്മാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത്. പലരും അത് പുറത്ത് പറയാറില്ല, എങ്കിൽ കൂടെ അത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു രോഗമാണ്.